വിഴിഞ്ഞം തുറമുഖത്ത് ഇന്ന് ചരിത്ര ദിനമാണ്. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ MSC ഐറീന 8 മണിയോടെ ബർത്തിൽ നങ്കൂരമിടും. കപ്പലിലുള്ള 16,000 കണ്ടെയ്നറുകളിൽ 3,000 എണ്ണം വിഴിഞ്ഞത്ത് ഇറക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിപ്പം പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത്, വിഴിഞ്ഞത്തെ സംബന്ധിച്ച് നമ്മൾ മലയാളികളെ സംബന്ധിച്ചൊക്കെ ഒരു അഭിമാന ദിവസമാണ് ഇന്ന്. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ MSC ഐറീന ഇന്ന് വിഴിഞ്ഞം തുറമുഖത്ത് എത്തുകയാണ്. ജയലക്ഷ്മി, ഗുഡ് മോർണിംഗ്. മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ വിഴിഞ്ഞം തുറമുഖം അതും നേടി. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ MSC ഐറീന വിഴിഞ്ഞം തുറമുഖത്ത് പുറംകടലിലെത്തിയിട്ട് 2 ദിവസമായി. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാം. അകലെ കാണുന്നതാണ് MSC ഐറീന. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ ശ്രേണിയിൽപ്പെട്ട കപ്പലാണിത്. അതിൻ്റെ TU കണക്ക്, അതായത് 24 ഇക്വലന്റ് യൂണിറ്റ് കണക്കാക്കിയാണ് MSC ഐറീനെ ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലെന്ന് വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ 8 മണിക്ക് വിഴിഞ്ഞം തുറമുഖത്തേക്ക് നങ്കൂരമിടും. അതിനുവേണ്ടി കപ്പൽ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ ക്യാമറ അങ്ങോട്ടൊന്ന് തിരിച്ചാൽ കൃത്യമായി കാണാം. ഇവിടുന്ന് വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് ടഗ് ബോട്ടുകൾ ഇപ്പോൾ ഈ MSC ഐറീനയെ തുറമുഖത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവിടെ എത്തി വാട്ടർ സല്യൂട്ട് ഉണ്ടാവും. അവിടെ നിന്ന് ഈ ടഗ് ബോട്ടുകളുടെ നിയന്ത്രണത്തിലാണ് MSC ഐറീനെ ഇപ്പോൾ ഈ 8 മണിയോടെ ബർത്തിലേക്ക് എത്തിക്കുക. 8 മണിയെന്ന് പറയുന്നെങ്കിലും അതിൽ കൂടുതൽ സമയം എടുക്കും. കാരണം കഴിഞ്ഞ മാസങ്ങളിൽ MSC തുർക്കി എന്ന് പറയുന്നത് ലോകത്ത് ഇതേ ശ്രേണിയിൽപ്പെട്ട തന്നെ 399.9 മീറ്റർ നീളമുള്ള കപ്പലായിരുന്നു. ഈ കപ്പലിന്, അതായത് 399.9 മീറ്റർ നീളവും വീതി 61.3 മീറ്റർ വീതിയുമുള്ളതാണ്. ഇതിൻ്റെ ആകെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 20 അടിയുള്ള 24,346 കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള കപ്പലാണ്. നേരത്തെ ജയലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഫിഫയുടെ ഒരു മാനദണ്ഡ പ്രകാരമുള്ള 4 ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലിപ്പമാണ് ഈ കപ്പലിനുള്ളത്. അത് പറയുമ്പോൾ ഇതിൻ്റെ ഉയരം പ്രധാനമാണ്. 22 നില കെട്ടിടത്തിൻ്റെ ഉയരമുള്ള കപ്പലാണിത്. അപ്പോൾ അൾട്രാ ലാർജ് വെസൽ കാറ്റഗറിയിലെ കപ്പലാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വിഴിഞ്ഞം തുറമുഖത്ത് വരുന്ന ഏറ്റവും വലിയ കപ്പൽ ഇപ്പോൾ MSC തുർക്കി ആയിരുന്നോ, അല്ലെങ്കിൽ MSC മിഷേൽ കപ്പലേനി ആയിരുന്നോ എന്ന് നമുക്ക് സംശയം തോന്നാം. പക്ഷേ വിഴിഞ്ഞം തുറമുഖ അധികൃതർ അറിയിക്കുന്ന പ്രകാരമാണെങ്കിൽ ഈ വരുന്നത് തന്നെയാണ്. അതായത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന MSC ഐറീന തന്നെയാണ് ഏറ്റവും വലിയ കപ്പൽ ഇവിടെ എത്തുന്നത്. ഇന്ത്യയിലെത്തുന്ന ഏറ്റവും വലിയ കപ്പൽ എന്ന് തന്നെ പറയാം. അതിലേറ്റവും നമുക്ക് സന്തോഷകരമായ മറ്റൊരു കാര്യം, വിഴിഞ്ഞം തുറമുഖത്തിൽ ഈ ചരിത്രം, ഏറ്റവും വലിയ ചരക്ക് കപ്പൽ എത്തുന്ന ചരിത്രം പിറക്കുമ്പോൾ ആ കപ്പലിനെ ഇവിടെ എത്തിക്കുന്നത് ക്യാപ്റ്റൻ വില്ലി ആൻ്റണി, തൃശ്ശൂർ പുറനാട്ടുകര സ്വദേശിയാണ്. വില്ലി ആൻ്റണിയുമായി നമ്മൾ 2 ദിവസം മുൻപ് വിശദമായി തന്നെ സംസാരിച്ചു. നമ്മൾ തന്നെ ആ വാർത്ത നൽകുകയും ചെയ്തതാണ്. അദ്ദേഹം വളരെ സന്തോഷത്തിലാണ്. കാരണം ഈ കപ്പൽ സിംഗപ്പൂരിൽ നിന്ന് പുറപ്പെട്ട് ചൈനയും കൊറിയയും എല്ലാം പോയി തിരിച്ച് സിംഗപ്പൂരിൽ നിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ തിരിക്കുന്ന സമയത്ത് തന്നെ ക്യാപ്റ്റൻ വില്ലി ആൻ്റണി പറഞ്ഞ ഒരു കാര്യം, എങ്ങനെയായിരുന്നു മനസ്സിൽ നാട്ടിലേക്ക് ഏറ്റവും വലിയ ചരക്ക് കപ്പലുമായി എത്തുമ്പോഴുള്ള സന്തോഷം എന്ന് ചോദിക്കുമ്പോൾ അത് പറഞ്ഞറിയിക്കാനാകാത്തതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ MSC തുർക്കിയുടെ കാര്യം എടുത്താൽ ദക്ഷിണേഷ്യൻ തുറമുഖത്തിൽ ആദ്യമായാണ് MSC തുർക്കി നങ്കൂരമിടാൻ വരുന്നത് എന്നതാണ്. അപ്പോൾ ലോകത്തെ മറ്റ് അതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ദക്ഷിണേഷ്യയുള്ള മറ്റ് വലിയ തുറമുഖങ്ങൾക്കൊന്നും തന്നെ MSC തുർക്കി പോലുള്ള വലിയൊരു കപ്പലിനെ വഹിക്കാനുള്ള, അല്ലെങ്കിൽ അവിടേക്ക് എത്താനുള്ള ശേഷിയുള്ള തുറമുഖങ്ങളല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഒരു ചരിത്ര ദിനം തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്. അതിന് സാക്ഷ്യം വഹിക്കാനാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പുലിമുട്ട് ഭാഗത്തു നിന്ന് തന്നെ ഈ കപ്പൽ തുറമുഖത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ വരും മണിക്കൂറിൽ നൽകാൻ സാധിക്കുമെന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. ലോകത്തിന്റെ നെറുകയിൽ എത്തുന്നതിന്, അതായത് വാനോളം ആ ഒരു അഭിമാനം ഉയരുന്ന കാഴ്ച തന്നെയാണ് ഇത്തരം വലിയ ചരക്ക് കപ്പലുകൾ വിഴിഞ്ഞം തീരത്തേക്ക് അടുക്കുന്നത്. പ്രശാന്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ ക്യാപ്റ്റൻ മലയാളിയാണ്
എന്നതുകൂടിയാണ് നമുക്കൊക്കെ ഏറെ സന്തോഷം തരുന്ന ഒരു കാര്യം. പ്രശാന്ത് നേരത്തെ അദ്ദേഹവുമായി സംസാരിക്കുമ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു ഇവിടേക്ക് കേരളത്തിലേക്ക് എത്തുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കപ്പൽ വിഴിഞ്ഞത്തേക്ക് എത്തുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകൾ, അതിന്റെ വ്യാപ്തിയാണ് ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി തുറന്നിടുന്നത് അല്ലേ പ്രശാന്ത്? തീർച്ചയായും. അന്ന് ക്യാപ്റ്റൻ വില്ലി ആൻ്റണിയോട് ഇതേ കാര്യം തന്നെ ഞാൻ ചോദിച്ചിരുന്നു. അന്ന് വില്ലി ആൻ്റണി പറഞ്ഞൊരു കാര്യം, അതായത് വിഴിഞ്ഞത്ത് ഒരു നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ ടെർമിനൽ വന്നതാണ്. അതിൻ്റെ ആദ്യഘട്ടം ഇനോഗ്രേഷൻ എല്ലാം കഴിഞ്ഞു. പ്രധാനമന്ത്രിയാണ് നാട്ടിന് സമർപ്പിച്ചത്. അപ്പോൾ ലോകത്തെ മറ്റ് തുറമുഖങ്ങൾ, ലോകത്തെ മറ്റ് രാജ്യങ്ങളിലെ മറ്റ് തുറമുഖങ്ങൾ എങ്ങനെയാണ് വിഴിഞ്ഞം തുറമുഖത്തെ കാണുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ അസൂയയോടെയാണ് അവർ കാണുന്നതെന്നാണ്. കാരണം നമ്മുടെ നാട്ടിലേക്ക് വരാൻ പോകുന്ന വലിയ വികസന സാധ്യതകളെക്കുറിച്ച് മറ്റ് രാജ്യങ്ങൾക്ക് ബോധ്യമുണ്ട്. പക്ഷേ ആ സാധ്യതകൾ നമ്മൾ കേരളവും രാജ്യവുമെല്ലാം മനസ്സിലാക്കി പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം. എന്നാൽ മാത്രമേ നമുക്ക് ആ സാധ്യതകൾ ഉപയോഗിക്കാൻ സാധിക്കൂ എന്നതാണ്. കാരണം ഇപ്പോൾ ആദ്യഘട്ട ഉദ്ഘാടനം കഴിഞ്ഞു. ഇപ്പോൾ നടക്കുന്നത് നമ്മളിപ്പോൾ അത് MSC ഐറീനയാണ്. പക്ഷേ തൊട്ടപ്പുറത്ത് അല്പം മുൻപ് ഇവിടുന്ന് ഒരു ഫീഡർ കപ്പൽ ഇവിടുന്ന് പുറപ്പെട്ടിരുന്നു. നേരത്തെ നമുക്ക് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമുക്ക് ഇവിടെ വിഴിഞ്ഞം തീരത്ത് ഒരു അപകടമുണ്ടായതും എല്ലാം നമുക്കറിയാം. അപ്പോൾ അത് ഒരു ഫീഡർ കപ്പലായിരുന്നു. അതായത് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിൽ ഇവിടെ MSC ഐറീന പോലുള്ള വലിയ മദർഷിപ്പുകളിൽ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കുന്ന ചരക്കുകൾ മറ്റ് രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള മറ്റ് തുറമുഖങ്ങളിലേക്ക് ചെറു കപ്പലുകളിൽ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെറു കപ്പലുകളിൽ കൊണ്ടുപോകുന്ന പ്രവൃത്തി മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു ഗേറ്റ് വേ മറ്റ് സംവിധാനങ്ങൾ ഇവിടെ വിഴിഞ്ഞത്ത് ആരംഭിച്ചിട്ടില്ല. അപ്പോൾ അടിയന്തരമായി അതിൻ്റെ പ്രവൃത്തിയിലേക്ക് പോകേണ്ടതുണ്ട്. അത് പൂർത്തിയാക്കേണ്ടതുണ്ട്. റോഡ് മാർഗവും റെയിൽ മാർഗവുമുള്ള ചരക്ക് നീക്കത്തിൻ്റെ കണക്ടിവിറ്റി വളരെ വൈകാതെ തന്നെ നടപ്പാക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ജയലക്ഷ്മി നേരത്തെ ചോദിച്ചതുപോലെ തന്നെ പൂർണ്ണ അർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ മറ്റു വഴികളിലേക്ക് കടക്കുകയുള്ളൂ എന്നത് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് അപ്പോൾ മറ്റ് രാജ്യങ്ങളിലെ തുറമുഖങ്ങളെല്ലാം നോക്കുന്നത് വിഴിഞ്ഞം ഒരു ഫുൾ ഫ്ലഡ്ജ് തുറമുഖമായി മാറുന്നത് എപ്പോൾ എന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും കാത്തിരിപ്പുകളും ഒപ്പോൾ ഇച്ഛാശക്തിയുമാണ് നമ്മളെ ഭരിക്കുന്നവർക്കെല്ലാം വേണ്ടത്. എത്രയും വേഗത്തിൽ ഒരു പൂർണ്ണ അർത്ഥത്തിലുള്ള തുറമുഖമായി വിഴിഞ്ഞം മാറേണ്ടതുണ്ട്. അതിന് ഇത്തരം ചുവടുവയ്പ്പുകളിൽ ഏറ്റവും പ്രധാനമാണ് ലോകത്തെ ഏറ്റവും വലിയ മദർഷിപ്പ്, അൾട്രാ ലാർജ് വെസൽ കാറ്റഗറിയിൽപ്പെട്ട മദർഷിപ്പായ ഈ MSC ഐറീന ഇവിടെ എത്തുന്നത് വിഴിഞ്ഞത്തിൻ്റെ വലിയ സാധ്യതകൾ തന്നെയാണ്. അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖം ഏറ്റവും വലിയ മദർഷിപ്പുകളെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു മുഹൂർത്തം തന്നെയാണിത്.